ഹരിശ്രീ ഗണപതായ നമ. നമസ്തേ, ഞാൻ കെ ജെ അഖിലേഷ്. നമുക്കിന്ന് 2025 വിഷുഫലങ്ങളെ പറ്റി ഒന്ന് ചിന്തിക്കാം. ആഗോളതലത്തിൽ ജനുവരി മാസവും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ചിങ്ങമാസവും ഞങ്ങൾ ജ്യോതിഷികൾ മേടമാസവുമാണ് പുതുവർഷമായി കണക്കാക്കുന്നത്. 2025 ഏപ്രിൽ മാസം 14-ാം തീയതി 1200-ാം ആണ്ട് മേടമാസം 1-ാം തീയതി തിങ്കളാഴ്ച ദിവസം കൃഷ്ണപക്ഷ പ്രഥമയും വരാഹകരണവും കൂടിയ ദിവസം അന്ന് പുലർച്ചെ 3:21 മേടസംക്രമണം നടക്കുന്നത്. മീനൻ രാശിയിൽ നിന്നും സൂര്യൻ മേടൻ രാശിയിലേക്ക് മാറുകയാണ്. സൂര്യൻ്റെ മേടസംക്രമണ സമയത്ത് ഏത് നക്ഷത്രമാണോ ഉദിച്ചു നിൽക്കുന്നത് ആ നക്ഷത്രത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ ഒരു വർഷത്തെ ഫലം പറയുന്നത്. തുലാക്കൂറിലെ ചോതി നക്ഷത്ര ദിവസമാകുന്നു വിഷു. പഞ്ചാംഗ വിധി പ്രകാരം നക്ഷത്ര ഫലങ്ങളെ 6ആയി തരംതിരിച്ചിട്ടുണ്ട്. ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലമെന്നും ആദിഷഡ്കം, മധ്യഷഡ്കം, അന്ത്യഷഡ്കമെന്നും തരംതിരിച്ചിരിക്കുന്നു. ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണകരമായ നേട്ടങ്ങളല്ല വിഷുഫലം നൽകുന്നത്. രോഗങ്ങൾക്കും ആപത്തുകൾക്കും ധനപരമായ നഷ്ടങ്ങൾക്കും ഒക്കെ സാധ്യതയുണ്ട്. കാര്യ കർമ്മ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. കാര്യവിഘ്നങ്ങൾ, പരാജയങ്ങൾക്കൊക്കെ സാധ്യതകൾ ഏറെയാണ്. പൊതുവെ സമസ്ത മേഖലകൾക്കും ഇവർക്ക് കാര്യവിഘ്നങ്ങളും തടസ്സങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏതൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അതിന് ഫലമില്ലാതെ വരിക, ശിലോമന്ദതകൾ, അലസതകൾ, ദുഃഖങ്ങൾ അടിക്കടിക്ക് വർദ്ധിക്കുക, മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള ക്ലേശങ്ങൾ അനുഭവപ്പെടുക. അങ്ങനെ പൊതുവെ അത്ര നല്ല ഫലങ്ങളല്ല വിഷു നൽകുന്നത്. വിവാഹപരമായി ചിന്തിച്ചാലും വിവാഹത്തിന് കാലതാമസങ്ങൾ ഉണ്ടാവുക, പ്രണയ നൈരാശ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാരൊക്കെ പ്രണയനികളൊക്കെ ഉണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കേണ്ട സമയം കൂടിയാണ്. കാരണം ചെറിയ പണക്കങ്ങളൊക്കെ ഉണ്ടായാൽ അത് പൂർണ്ണ വൈരാഗ്യത്തിലേക്ക് മാറുകയും വിരഹത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം പൊതുവെ സമസ്ത മേഖലകളിലും ഒന്ന് ശ്രദ്ധിച്ചു വേണം ഈ നക്ഷത്രക്കാർ മുന്നോട്ട് പോകാൻ. അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം നക്ഷത്രത്തെ പറ്റിയാണ്. ഇവർ പഞ്ചാംഗ വിധി പ്രകാരം ആദ്യ ഷഡ്ഗത്തിൽപ്പെടുന്നു. വളരെ ഗുണകരമായ നേട്ടങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത്. സർവ്വ അഭീഷ്ടങ്ങൾക്കും ഫലങ്ങൾ കൈവരിക്കാനുള്ള സമയം കൂടിയാണ്. കാര്യവിജയങ്ങൾ ഉണ്ടാവുക, കർമ്മ തടസ്സങ്ങളൊക്കെ മാറുക. പൊതുവെ എല്ലാ മേഖലകളിലും ഇവർക്ക് സർവ്വ അഭീഷ്ടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മുടങ്ങിക്കിടക്കുന്ന വിവാഹങ്ങളൊക്കെ നടക്കുക, പ്രണയങ്ങളൊക്കെ വിവാഹത്തിൽ ചെന്ന് അവസാനിപ്പിക്കുക. അപ്പം അങ്ങനെ സർവ്വ അഭീഷ്ടങ്ങളും നേടാനുള്ള സമയം കൂടിയാണ്. ഈ നക്ഷത്രക്കാർക്ക് സത്കീർത്തികൾ ഉണ്ടാകുക, അംഗീകാരങ്ങൾ, അനുമോദനങ്ങൾ, ആദരവുകളൊക്കെ വന്നു ചേരുക. അങ്ങനെ എല്ലാ മേഖലകളിലും ഇവർക്ക് വിജയങ്ങൾ മാത്രം കൈവരിക്കുന്ന ഒരു വിഷുക്കാലമായിരിക്കും ഈ വരുന്നത്. അടുത്തതായിട്ട് അവിട്ടം, ചതയം, പോരുട്ടാതി തുടങ്ങുന്ന മധ്യശൂലത്തെ പറ്റിയാണ്. പഞ്ചാംഗ വിധി പ്രകാരം ഈ നക്ഷത്രക്കാർക്ക് അത്ര ഗുണകരമായ നേട്ടങ്ങളല്ല വരാൻ പോകുന്നത്. ഇവർ വിചാരിക്കാത്ത ചില ആരോപണങ്ങളിലൊക്കെ വിധേയരാകേണ്ടി വരും. ബന്ധുനാശങ്ങൾ, ബന്ധുക്ലേശങ്ങൾ, സ്വജന വിരഹങ്ങൾക്കൊക്കെയുള്ള സാധ്യതകളുണ്ട്. അപമാനിതരാവാനുള്ള സാധ്യതകൾ കൂടി. നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് ചില സാഹചര്യങ്ങളിൽ നമ്മൾ അപമാനിതരാവേണ്ട ചില സാഹചര്യങ്ങൾ വന്നു ചേരാൻ സാധ്യതകളുണ്ട്. കർമ്മ മേഖലകളിലും സമസ്ത മേഖലകളിലും ഒരു പരാജയങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കർമ്മ മേഖലകളിലെ നമ്മൾ പ്രൈവറ്റ് സെക്ടറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്യാനുള്ള സാധ്യതകൾ കുറവായിരിക്കും. ഗവൺമെൻറ് സെക്ടറിനെ പറ്റി നോക്കുകയാണെങ്കിൽ അവർക്ക് ചില സഹപ്രവർത്തകരിൽ നിന്ന് നീരസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പം വിവാഹപരമായി ചിന്തിക്കുകയാണെങ്കിൽ കാലതാമസങ്ങൾ ഉണ്ടാകുന്നു, കെട്ടിട നിർമ്മാണത്തിന് കാലതാമസങ്ങൾ ഉണ്ടാകുന്നു, പ്രണയ നൈരാശ്യങ്ങൾ പോലെയുള്ള മാനസിക ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. അങ്ങനെ പൊതുവെ അത്ര നല്ല ഒരു വിഷുക്കാലമല്ല ഇവർക്ക് വരുന്നത്. അടുത്തതായിട്ട് ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി നക്ഷത്രങ്ങളെ പറ്റിയാണ്. പഞ്ചാംഗ വിധി പ്രകാരം ഇവരെ മധ്യഷഡ്ഗത്തിൽ പെടുന്നവരാണ്. വളരെ നല്ല ഗുണകരമായിട്ടുള്ള ഒരു വിഷുക്കാലമാണ് ഇവരെ കാത്തിരിക്കുന്നത്. ലോഹ ബഹുമതികളൊക്കെ കേടാനുള്ള സാധ്യതകളുണ്ട്. അവർ നമ്മുടെ ജില്ല, സംസ്ഥാനം, രാജ്യമൊക്കെ വിട്ട് ലോഹ തരത്തിൽ അറിയപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ്. അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ കലാകായിക മേഖലകളിലൊക്കെ ഉള്ളവർക്ക് ഉന്നതികളും ഉയർച്ചകളും ജനപ്രിയമൊക്കെ നേടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ പൊതുപ്രവർത്തന മേഖലകളിലൊക്കെ ഉള്ളവർക്ക് വിശേഷാൽ ഫലങ്ങൾ കൂടുതലാണ്. അവർ കൂടുതൽ ജനപ്രിയരാവുകയും അവരുടെ കർമ്മങ്ങളിൽ ഉയർന്ന തരത്തിലുള്ള നേട്ടങ്ങളൊക്കെ കൈവരിക്കാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് മറഞ്ഞു കിടക്കുന്ന ധനങ്ങളോ അല്ലെങ്കിൽ മറഞ്ഞു കിടക്കുന്ന നിധികളോ ഒക്കെ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. നിധികൾ എന്നൊക്കെ പറയുന്നത് നമുക്കിപ്പം ലോട്ടറി ആയിട്ട് തന്നെ എടുക്കാം. ഈ ലോട്ടറി എടുക്കുന്ന സ്വഭാവക്കാരൊക്കെ ആണെങ്കിൽ ഈ ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി നക്ഷത്രക്കാർക്കൊക്കെ ഈ വർഷം ലോട്ടറി അടിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പം
എത്രയും പെട്ടെന്ന് ലോട്ടറി എടുക്കാനൊക്കെ ഉള്ള സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ എടുത്തുള്ള ലോട്ടറി അടിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടി വന്നു ചേരാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്ക് വസ്തു വാങ്ങുക, ഗൃഹനിർമ്മാണം, പുതിയ വാഹനങ്ങൾ വാങ്ങുക, അങ്ങനെ സമസ്ത മേഖലകളിലും ഒരു നല്ല വിഷുക്കാലമായിരിക്കും ഇവർക്ക് വന്നെത്തുന്നത്. അവസാനമായി പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം നക്ഷത്രങ്ങളെ പറ്റിയാണ്. പഞ്ചാംഗ വിധി പ്രകാരം ഇവരെ അന്ത്യ ഷഡ്ഗത്തിൽപ്പെടുന്നവരാണ്. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണകരമായ ഒരു വിഷുക്കാലം തന്നെ ആയിരിക്കും വരുന്നത്. സമസ്ത മേഖലകളിലും വിജയം കൈവരിക്കാൻ സാധിക്കുന്നു. താഴ്ന്നു കിടന്ന ബിസിനസ്സുകളൊക്കെ ഉയർന്നു വരാൻ സാധിക്കുന്ന സമയം കൂടിയാണ്. പുണ്യ സ്ഥലങ്ങളിലൊക്കെ ദർശനങ്ങൾ നടത്താൻ സാധിക്കും. കർമ്മ മേഖലകളിലൊക്കെ ഉയരാൻ സാധിക്കും. നമ്മൾ ആഗ്രഹിച്ചിരുന്ന പ്രൊമോഷൻസുകളൊക്കെ ലഭിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഈ വിഷുക്കാലം നമ്മളെ തേടി എത്തുന്ന ഈ നക്ഷത്രക്കാർ കൂടിയാണ്. തന്നെയല്ല, ഈ നക്ഷത്രക്കാർക്ക് മേലധികാരികളുടെ ഒരു പ്രീതി നേടാനുള്ള സമയം കൂടിയാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക്, നമ്മുടെ ഹാർഡ് വർക്കിന് ഒരു അപ്രിസിയേഷൻ അല്ലെങ്കിൽ അംഗീകാരം ലഭിക്കാനുള്ള ഒരു സാധ്യത കൂടി ഈ വിഷുക്കാലം ഈ നക്ഷത്രക്കാർക്ക് നൽകുന്നുണ്ട്. അപ്പം നമ്മൾ ദോഷ അനുഭവങ്ങൾ പറഞ്ഞ ആദിശൂല, മധ്യശൂല, അന്ത്യശൂല നക്ഷത്രങ്ങളൊക്കെ ഉണ്ടല്ലോ. ചിത്തിര, ചോതി, വിശാഖം, അവിട്ടം, ചതയം, പൂരുട്ടാതി, മകയിരം, തിരുവാതിര, പുണർതം ഈ നക്ഷത്രക്കാരൊക്കെ പൊതുവെ പരിഹാര കർമ്മം എന്നവണ്ണം കുടുംബദേവതകളെ ആരാധിക്കുക, ധർമ്മദൈവങ്ങളെ അവർക്ക് യഥാശക്തി നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് അവരെ പ്രീതിപ്പെടുത്തുക, പക്കപ്പിറന്നാൾ തോറും ശൈവ, വൈഷ്ണവ, ശാക്തേയ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അവർക്ക് യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്ത് അവരുടെ അനുഗ്രഹങ്ങളൊക്കെ മേടിച്ചു കൊണ്ടാൽ സർവ്വ അഭീഷ്ടങ്ങളും നേടുമെന്നാണ് വിഷുഫലം നൽകുന്നത്. അപ്പോൾ എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യപൂർണമായ ഒരു വിഷു ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.